ഗുഡ് മോർണിംഗ്. നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ബാക്കി വെച്ചൊരു ടോപ്പിക്കാണ് എക്സ്പൊണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ. ഇത് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസിൽ വരുന്ന, നമ്മൾ ജനറലി കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസിൻ്റെ PDF വെച്ചുള്ള പ്രോബ്ലംസ് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഡിസ്കസ് ചെയ്യുന്നതാണ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ, ഒരു നെയിംഡ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷനാണ്. അതിനുശേഷം വരുന്നതാണ് എക്സ്പൊണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ. ഇതിൻ്റെ ശേഷമാണ് നമ്മളിപ്പം ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നോർമൽ ഡിസ്ട്രിബ്യൂഷന്, സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എല്ലാം വരും. സോ ഇത് നെയിംഡ് ഡിസ്ട്രിബ്യൂഷനിൽ രണ്ടാമതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള എക്സ്പൊണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷനാണ്. അപ്പോൾ എക്സ് എന്നൊരു റാൻഡം വേരിയബിൾ എപ്പോഴാണ് എക്സ്പൊണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. റാൻഡം വേരിയബിൾ എക്സ് സെഡ് ടു ഫോളോ exponential distribution or an exponential random variable. ഒന്നുകിൽ നമ്മൾ എക്സിനെ എക്സ്പൊണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുമെന്ന് പറയും, ഓർ എക്സ് ഇറ്റ് സെൽഫ് ഈസ് എക്സ്പൊണൻഷ്യൽ റാൻഡം വേരിയബിൾ എന്ന് പറയും ഇഫ് ഇറ്റ്സ് PDF ഈസ് ഓഫ് ദ ഫോം f of x equal to lambda into f of x equal to lambda into e raised to minus lambda x for x greater than or equal to 0 and 0 otherwise. If the PDF is of this form, then we say that x follows exponential distribution with the parameter lambda. Okay. If x follows exponential distribution with the parameter lambda. Suppose x is a random variable, follows exponential distribution with the parameter lambda equal to 3 എന്നാണെങ്കിൽ എന്തായിരിക്കും PDF? lambda equal to some 3, then PDF will be its PDF probability density function will be f of x equal to എന്തായിരിക്കും 3 into e raised to minus 3x for x greater than 0 and 0 otherwise. ഇതായിരിക്കും PDF വരിക. അപ്പോൾ ഇങ്ങനെ ഒരു PDF കിട്ടിക്കഴിഞ്ഞാൽ വാട്ട് വിൽ ബി പ്രോബബിലിറ്റി ദാറ്റ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്താണ് വരിക? എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ഈസ് ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു 2 f of x dx. പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ മൈനസ് ഇൻഫിനിറ്റി ടു 2 PDF dx എന്ന് ചെയ്യണം, വിച്ച് ഈസ് മൈനസ് ഇൻഫിനിറ്റി ടു 0 ഫംഗ്ഷൻ വാല്യൂ 0 dx ആണ്, പ്ലസ് 0 to 2 3 e raised to minus 3x dx. അത് വെച്ചിട്ട് 3 into e raised to minus 3x by minus 3 0 to 2. Okay, 3 into e raised to minus 6 divided by minus 3 minus 3 into 1 divided by minus 3 ഈ രീതിയിൽ വരും. ഓക്കെ, ദാറ്റ്സ് 1 minus e raised to minus 6 എന്നാണ്.
ഇതാണ് പ്രോബബിലിറ്റി. ഇതുപോലെ ഡിഫറെൻറ്റ് പ്രോബബിലിറ്റീസ് നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. ഇത് ഓക്കെ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതുപയോഗിച്ച് യു ക്യാൻ ഹാവ് എ പ്രോബ്ലം. ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. Let x equal to time between two successive arrivals at the 59th, question number 59. Let x be the time between two successive arrivals at a drive-up window of a local bank. If x has exponential distribution with lambda equal to 1, compute the following. Expected time between two arrivals. അത് മീൻ കണ്ടുപിടിക്കാനാണ്. Expected time between two arrivals means mean. അതുപോലെ അതിലുള്ള മറ്റു ക്വസ്റ്റ്യൻസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ടൈം ബിറ്റ്വീൻ സക്സസീവ് അറൈവൽസ് കണ്ടുപിടിക്കണം. ദെൻ പ്രോബബിലിറ്റി ദാറ്റ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4, പ്രോബബിലിറ്റി ദാറ്റ് 2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 5, ഇത്രയും കാര്യങ്ങൾ കണ്ടുപിടിക്കണം. ആദ്യം മീൻ കണ്ടുപിടിക്കാൻ. എക്സ് ഫോളോസ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ വിത്ത് ലാംഡ ഈക്വൽ ടു 1 എന്ന് തന്നു. ക്വസ്റ്റ്യൻ ഇതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഇതിൽ x follows uniform distribution with lambda equal to 1. Therefore PDF എന്താണ് വരിക? PDF will be f of x equal to 1 into e raised to minus x for x greater than or equal to 0 or x greater than 0 otherwise. ഇതാണ് PDF. അപ്പോൾ എക്സ്പെക്റ്റേഷൻ മീൻ എന്താണ് വരിക? എക്സ്പെക്റ്റേഷൻ ഓഫ് x ഈക്വൽ ടു ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്. അതാണ് ഫോർമുല. ഇവിടെ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റിയിൽ ഫുൾ ഒരേ വാല്യൂ അല്ല. മൈനസ് ഇൻഫിനിറ്റി ടു 0യിൽ ഫംഗ്ഷൻ വാല്യൂ 0യും ബാക്കിയുള്ളിടത്ത് ഇ റൈസ് ടു മൈനസ് എക്സും. സോ ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എക്സ് ഇ റൈസ് ടു മൈനസ് എക്സ് ഡി എക്സ്. ഓക്കെ, അപ്പോൾ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ചെയ്യണം. ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ചെയ്യുമ്പോൾ എന്താ വരിക? ഫസ്റ്റ് ഫംഗ്ഷനായിട്ട് ഏതെടുക്കേണ്ടത്? ഐലേറ്റ് റൂള്. ഫസ്റ്റ് ഫംഗ്ഷനായിട്ട് എക്സും സെക്കൻഡ് ഫംഗ്ഷനായിട്ട് ഇ റൈസ് ടു മൈനസ് എക്സും എടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഫോമുല ഡയറക്റ്റായിട്ട് ചെയ്യാനായിട്ട് ഇൻ്റഗ്രൽ യു വി ഈക്വൽ ടു യു ഇൻറ്റു വി 1 മൈനസ് യു ഡാഷ് ഇൻറ്റു വി 2 പ്ലസ് യു ഡബിൾ ഡാഷ് വി 3 മൈനസ് എക്സെട്ര. ഈ ഒരു ഫോമുല യൂസ് ചെയ്യാം. ഇവിടെ വി 1 എന്നൊക്കെ പറഞ്ഞാൽ ഇൻ്റഗ്രൽ ഓഫ് വി ആണ്. വി 2 എന്ന് വെച്ചാൽ ഇൻ്റഗ്രൽ ഓഫ് വി 1 ആണ്. അങ്ങനെ പോകും. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് നമ്മളിത് എഴുതുമ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് ഇൻറ്റു വി 1 ഇ റൈസ് ടു മൈനസ് എക്സ് ബൈ മൈനസ് 1 മൈനസ് സെക്കൻഡ് ഫംഗ്ഷൻ യു ഡാഷ് ഇൻറ്റു വി 2 ഇ റൈസ് ടു മൈനസ് എക്സ് ബൈ മൈനസ് 1 ഇൻ്റഗ്രൽ. സോ ഇ റൈസ് ടു മൈനസ് എക്സ് മൈനസ് 1 ഇൻറ്റു മൈനസ് 1. ഇനിയും യു ഡബിൾ ഡാഷ് കാണുമ്പോൾ അത് 0 ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല. ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി ഈസ് 0. സോ ഇത് 0 മൈനസ് 0 എന്ന് വരും. മൈനസ് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ മൈനസ് എക്സ് ഈക്വൽ ടു 0 കൊടുക്കുന്ന സമയത്ത് ദിസ് വിൽ ബി 0 മൈനസ് എക്സ് ഈക്വൽ ടു 0 കൊടുത്താൽ 1. Okay, so that's equal to 1. So expected number of എന്തായിരുന്നു ക്വസ്റ്റ്യൻ? എക്സ്പെക്റ്റഡ് ടൈം ബിറ്റ്വീൻ ടു സക്സസീവ് അറൈവൽസ് എന്ന് പറയുന്നത് ദാറ്റ്സ് 1. ഓക്കെ, മീൻ ഈസ് 1. നൗ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കണം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാനായിട്ട് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ ആദ്യം കണ്ടുപിടിക്കുക. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ എന്താ വരിക? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഇൻറ്റു
എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി എക്സ് ഇൻറ്റു അല്ല എക്സ് സ്ക്വയർ ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് ഡി എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് ബൈ മൈനസ് 1 മൈനസ് 2x ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് ബൈ 1 പ്ലസ് 2 ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് ബൈ മൈനസ് 1 റൈറ്റ് 0 to ഇൻഫിനിറ്റി അഗെയിൻ ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി 0 ആയതുകൊണ്ട് ഫുൾ ടേം 0 ആയി പോകും മൈനസ് ഇ റേസ് ടു 0 എക്സ് ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് 2 ഇൻറ്റു 1 ബൈ മൈനസ് 1 ദിസ് ഇസ് 2 എന്ന് വരും ഇ റേസ് ടു expectation of x square, therefore variance of x equal to expectation of x square minus expectation of x the whole square equal to 2 minus 1 square equal to 1. അപ്പോൾ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും എല്ലാം 1 ആണ് വരുന്നത് റൈറ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത് probability that x less than or equal to 4 probability that x between 2 and 5. Integral 0 to 4 actually minus infinity to 4 ആണ് minus infinity to 0 നമ്മുടെ ഫംഗ്ഷൻ 0 ആയതുകൊണ്ട് ഇൻ്റഗ്രൽ 0 to 4 എഫ് ഓഫ് എക്സ് ഇ റേസ് ടു മൈനസ് എക്സ് ഡി എക്സ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എക്സ് ബൈ മൈനസ് 1 0 to 4 ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് 4 ബൈ മൈനസ് 1 മൈനസ് 1 ബൈ മൈനസ് 1 ഈക്വൽ ടു 1 മൈനസ് ഇ റേസ് ടു മൈനസ് 4 എന്നിട്ട് അതുപോലെ probability that 2 less than or equal to x less than or equal to 5 which is equal to integral 2 to 5 e raised to minus x dx equal to e raised to minus x by minus 1 2 to 5 e raised to minus 2 minus e raised to minus 5 എന്നിട്ട് e raised to minus 5 by minus 1 plus e raised to minus 2 by minus 1 okay ഇതാണ് ആൻസർ. സോ ദാറ്റ്സ് ഇറ്റ്. ഇതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നോക്കണം. മേ ബി ഇതിൽ ഒരു കാര്യമുള്ളത് കൂടുതൽ ക്വസ്റ്റ്യൻസിലും നമ്മൾ ഇപ്പം ഒരു സിറ്റുവേഷൻ ഇപ്പം മുമ്പ് ഒരു ബാങ്കിൽ ടൈം ബിറ്റ്വീൻ 2 സക്സസീവ് അറൈവൽസ് എന്നുള്ളതാണ് എക്സ്പൊണൻഷ്യലി ഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് പറഞ്ഞത്. യൂഷ്വലി ടൈം ബിറ്റ്വീൻ 2 ഇവൻറ്റ്സ് വരുന്ന സിറ്റുവേഷനിലെല്ലാം എക്സ്പൊണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ കൂടുതൽ വരുന്നതായിട്ട് കാണാറുണ്ട്. ഇപ്പോൾ ഒരു ബസ് സ്റ്റോപ്പിൽ ഒരു ഇൻ്റർവെല്ലിൽ ബസ് സ്റ്റോപ്പിൽ ഒരു ബസ് പോയി കഴിഞ്ഞാൽ അടുത്ത ബസ് വരുന്നത് അതിനിടയിലൊരു ടൈം ഗ്യാപ്പ് ഉണ്ടാവും. എന്നാൽ രണ്ടാമത്തെ ബസ് പോയി മൂന്നാമത്തെ ബസ് വരുന്നതിൻ്റെ ഇടയിൽ മറ്റൊരു ടൈം ഗ്യാപ്പ് ഉണ്ടാവും. എല്ലാം ഈക്വൽ ആവണമെന്നില്ല. അപ്പോൾ അതൊരു റാൻഡം ആയിരിക്കും ടൈം ഗ്യാപ്പ് ബിറ്റ്വീൻ 2 ബസ്സസ് റീച്ചിങ് ഇൻ എ ബസ് സ്റ്റോപ്പ് എന്നുള്ളത്. പക്ഷേ ആ റാൻഡംനെസ് അപ്പോൾ അതൊരു റാൻഡം വേരിയബിൾ ആയിരിക്കും. ദ ടൈം ടേക്കൺ ബിറ്റ്വീൻ 2 സക്സസീവ് ബസ്സസ് എന്ന് പറയുന്നത് ഒരു റാൻഡം വേരിയബിളായിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, ആ റാൻഡം വേരിയബിൾ അങ്ങനെയുള്ള ടൈം ടേക്കൺ ബിറ്റ്വീൻ 2 സക്സസീവ് ഇവൻറ്റ്സ് എന്നുള്ളത് യൂഷ്വലി എക്സ്പൊണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നതായിട്ട് കാണാറുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള എക്സ്പൊണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ വരുന്ന മറ്റ് ക്വസ്റ്റ്യൻസും നമുക്കൊന്ന് നോക്കാം. Let x denotes the distance that an animal moves from its birth site to first territory vacancy it encounters എന്നുള്ളത് x ആണ്. സപ്പോസ് ദാറ്റ്
For banner-tailed kangaroos, rats, x has exponential distribution with lambda equal to 0.1386. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് നമുക്ക് എന്തെടുക്കാം, ദാറ്റ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ഫ്രം ബർത്ത് സൈഡ് ടു ദ ടെറിട്ടറി ദാറ്റ് ഇറ്റ് എൻകൗണ്ടേഴ്സ് എന്നുള്ളത് ഫോർ എ കങ്കാരു എന്നുള്ളത് എടുത്താൽ ദാറ്റ് ഈസ് എക്സ്പൊണൻഷ്യലി ഡിസ്ട്രിബ്യൂട്ടഡ് വിത്ത് ലാംഡ ഈക്വൽ ടു 0.1386. ഇത് ഒരു സ്റ്റഡീസിൻ്റെ ബേസിൽ നമുക്ക് തന്നിട്ടുള്ളതാണ്, ഒരു ആർട്ടിക്കിളിൽ സജസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, എന്നിട്ട് ബേസ്ഡ് ഓൺ ദാറ്റ് നമുക്ക് ചില ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാണ്ട്. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഡിസ്റ്റൻസ് ഈസ് അറ്റ് മോസ്റ്റ് 100 മീറ്റർ, അറ്റ് മോസ്റ്റ് 200 മീറ്റർ, ബിറ്റ്വീൻ 100 ആൻഡ് 200 മീറ്റർ. അതുപോലെ വാട്ട് ഈസ് പ്രോബബിലിറ്റി ദാറ്റ് ഡിസ്റ്റൻസ് എക്സീഡ്സ് ദ മീൻ ഡിസ്റ്റൻസ് ബൈ മോർ ദാൻ 2 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ്. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ദ മീഡിയൻ ഡിസ്റ്റൻസ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് നിങ്ങളൊന്ന് ആൻസർ ചെയ്യാൻ നോക്കുക. മീഡിയൻ ഒന്നും അത്ര ഇമ്പോർട്ടൻ്റ് ഇമ്പോർട്ടൻസ് ഉള്ളതല്ല, നമുക്ക് മീഡിയൻ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്ന് കാണാറില്ല. ഓക്കെ, അതൊന്ന് അഡ്രസ്സ് ചെയ്യാൻ നോക്കുക. അതിൻ്റെ PDF എഴുതുക. അതിനുശേഷം PDF എഴുതുക, അതിനുശേഷം സോൾവ് ചെയ്യുക. ഓക്കെ, ഇനി ഇതിൽ നമുക്ക് വേണമെങ്കിൽ ചെയ്യാവുന്നത് ഇതിൻ്റെ മീൻ ആൻഡ് വേരിയൻസ് സ്റ്റാൻഡേർഡ് എന്തായിരിക്കും യൂഷ്വലി വരാറുള്ളത്, ജനറൽ സെറ്റപ്പിൽ എങ്ങനെയാണ് വരാറുള്ളത് എന്നുള്ളത് നോക്കാം. അപ്പം മീൻ എന്താണ് ഫോർമുല? മീൻ ഈക്വൽ ടു ഇൻ്റഗ്രൽ -∞ to ∞ x into f of x dx, which will be equal to integral 0 to ∞ lambda e raised to minus lambda x into lambda e raised to minus lambda x dx equal to x പുറത്തെടുക്കാം, ലാംഡ പുറത്തെടുക്കാം, ലാംഡ ഇൻറ്റു ഇൻ്റഗ്രൽ 0 to ∞ x e raised to minus lambda x dx equal to lambda into integration by parts. അതിൽ x into e raised to minus lambda x minus 1 into e raised to minus lambda x by minus lambda. ഇവിടെ മൈനസ് ലാംഡ ഉണ്ട്, ഇവിടെ മൈനസ് ലാംഡ ഇൻറ്റു മൈനസ് ലാംഡ. ഓക്കെ, then 0 to ∞, which will be lambda into 0 minus minus 1 by lambda square equal to lambda by lambda square equal to lambda വരും. ഓക്കെ, ഇതുപോലെ എക്സ്പെക്റ്റേഷൻ ഓഫ് x സ്ക്വയർ വരുന്ന സമയത്ത് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to ∞ x സ്ക്വയർ ഇൻറ്റു ലാംഡ നമുക്ക് പുറത്തെടുക്കാം, ലാംഡ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ലാംഡ എക്സ് ആണ് വരിക dx, which is equal to lambda into x square into e raised to minus lambda x by minus lambda, first function into u into v1 minus u dash into v2 lambda square plus 2 into e raised to minus lambda x by minus lambda cube 0 to ∞ equal to lambda into 0 minus 2 by minus lambda cube equal to 2 by lambda square. Okay, which is equal to any variance. Therefore variance of x is equal to 2 by lambda square minus എന്തായിരുന്നു lambda square. സോറി, ഇവിടെ 1 by lambda ആണല്ലേ ആൻസർ. മീൻ ഈസ് 1 by lambda, not lambda. Okay, this is again 1 by lambda whole square. Okay, അപ്പോൾ 2 minus 1 by lambda square
ഈക്വൽ ടു 1 × λ². ഇതാണ് വേരിയൻസ്. വേരിയൻസ് ഓഫ് എക്സ് ഈക്വൽ ടു 1 × λ², മീൻ ഈക്വൽ ടു 1 / λ. എക്സ്പൊണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ കൂടുതൽ പ്രോബ്ലംസ് ഒന്ന് ചെയ്ത് നോക്കണം. അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം.